ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോപ്രോയ്ക്ക് ഇത്ര ദിവസം വല്ലാത്ത റെസ്റ്റായിരുന്നു. ഇന്നലെ ഒന്നായിട്ട് അവൻ നല്ല രീതിക്ക് പണിയെടുക്കും. കാരണം വെച്ചാൽ അയ്യോ ഇതുവരെ അവനെ നേരെ യൂസ് ചെയ്തിട്ട് പോലുമില്ല അവൻ കൊണ്ട് വെച്ചിട്ട്. അതേപോലെ ബാറ്ററിയും എത്ര പ്രാവശ്യം ചാർജ് ചെയ്തെന്ന് പറയാം അവനെ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റുള്ളപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്. നേരെ പോയിട്ട് വല്ലതും കഴിക്കണം. ഗുണക്കേ പോവാൻ വരുമ്പോ ചോക്ലേറ്റ് ഒക്കെ വാ. വഴിയും വളരെ പോകുക. ഇനി പോയി സാപ്പിടുന്നതാണ്. ഞാൻ കുഞ്ചു തമിഴെണ്ണ അയച്ചു പോവാ. എവിടെ കഴിക്കാം? എവിടെയാണ് കഴിക്കാം? ഹെൽമെറ്റ് ഈ സ്ഥലമുണ്ടാ? സ്ഥലമുണ്ടാ? പൂരി മുടുന്ന ക്യൂട്ട് കുട്ടികൾ കഴിച്ചു.
തിരക്ക്. അച്ഛനെ തേച്ചുണ്ട്. ഗ്രോസ് ഗാർഡൻ കപ്പിളായിട്ട് വന്നാണെങ്കിൽ പോയി കാണിച്ചു കൊടുക്കായിരുന്നു ആരെങ്കിലൊക്കെ അല്ലേ? ആരെങ്കിലും ഒരുപാട് പോയി കാണിച്ചു കൊടുക്കായിരുന്നു. അല്ലേ നമുക്ക് കപ്പിൾ ഈ ഗാർഡനൊക്കെ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആയത്, ഇപ്പോഴല്ല കുറേ മുമ്പ്. ശരിക്കും ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. ഇത് നല്ല ബ്ലോഗ് ഉണ്ട് കേട്ടോ. തിങ്കളാഴ്ച നമ്മുടെ കാര്യമില്ല, ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ഫുള്ള് കയറാൻ വേണ്ടി ഇതാണ്. നല്ലൊരു കയറാൻ വേണ്ടി ഇഷ്ടം പോലെ കയറാൻ വേണ്ടി. നമ്മുടെ പുതു വണ്ടി കേട്ടിട്ട് നമ്മളിവിടെ വന്നിരിക്കുക. നല്ല സ്ഥലമാണല്ലേ? നന്നായി കേട്ടോ. നല്ല അടിപൊളി അമ്മച്ചിമാര് വിറകൊക്കെ കൊണ്ടുവരുന്നത്. അത് വണ്ടിയുടെ ഫോട്ടോ എടുക്കണം കുറച്ച്. അങ്ങനെ നിൽക്കണ്ടേ? തണുപ്പ് നോക്ക്. നിന്നാ തണുക്കും അല്ല, നിന്നാ ചൂടും. നമ്മ വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ട് ചൂട് അറിയണില്ല, തണുപ്പ് അറിയണില്ല, ചൂട് അറിയുന്നില്ല. എന്തൊക്കെയാ ഞാൻ പറയണത്? ഇതാണ് ഫോട്ടോ സ്പോട്ട്. കപ്പിളായി വരുന്നവർക്കൊക്കെ ഈ സ്പോട്ട് യു ക്യാൻ യൂസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനാ? നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മേ ഫുള്ള് കപ്പിൾസ് ആണല്ലോ, കപ്പിൾസും ഫാമിലീസും. എന്നാ മാപ്പിളെ അർജന്റാ? നാലാമത്തെ ഗിയർ ഇട്ടിരിക്കണത് ഇപ്പോഴാണ് ഞാൻ നാലാമത്തെ ഗിയർ ഇടുന്നത്. ആദ്യമായിട്ട് നാലാമത്തെ ഗിയർ ഇട്ടിരിക്കുന്നത് അപ്പോഴാണ്. സ്ട്രീറ്റ് ട്രിപ്പിളടാ, ഫ്രണ്ട് സ്ട്രീറ്റ് ട്രിപ്പിള്, ബാക്കില് സീനാനുണ്ട്. അതുപോലെ ഒരു ദിവസം വരണം കാശ്, അതുപോലെ വരും. വരാതിരിക്കില്ല, വരും തീർച്ചയായിട്ടും. വരില്ലേ കാശ്? വരുമായിരിക്കില്ലേ? ആരും എന്തായാലും ആഗ്രഹം വേണ്ട. നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു കാറും അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഒരു സൂപ്പർ ബൈക്കും, ഒരു സൂപ്പർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സൂപ്പർ ബൈക്കും വേണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലൈനപ്പിനുള്ള ഇസഡ് 5 സ്പീഡ്, പിന്നെ കിങ്, അതിനൊക്കെയുള്ള താല്പര്യം നല്ല രീതിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഒരു ഇതിന് പിന്നെ കിങ് കൺവേർഷൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്കിത് ഡേ ടു ലൈഫ് യൂസ് ചെയ്യുന്ന വണ്ടി അതുകൊണ്ട്, അല്ലെങ്കിൽ റെയർ പീസിലാണ് ഡേ ടു വർക്ക്. ശേ, അതൊക്കെ വിടുക. നമ്മൾ ഡെയിലി ടു യൂസ് ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് കിങ്ങിൽ കൺവേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ പെർഫോമൻസ്, ഫുൾ പീക്ക് ലെവലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ട്രിപ്പ് പോകുന്നതൊക്കെ പക്കയായിരിക്കും. പക്ഷേ നമുക്ക് എക്കോണമി ക്ലാസ് നോക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എക്കോണമിയിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ട്യൂണിങ്ങും അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം മൈലേജ് ഒരു പ്രശ്നം തന്നെയാണ്. ഡെയിലി 200 രൂപയ്ക്ക് എണ്ണയടിക്കാൻ നടക്കുമോ? ഇപ്പോൾ ഞാൻ ട്യൂൺ ചെയ്ത അത്യാവശ്യം പവറിലൊന്നും ട്യൂൺ ചെയ്തിട്ട് 100 രൂപയ്ക്ക് അടിച്ചാൽ എനിക്ക് പോയി വരാം, പിന്നെ റിട്ടേൺ പമ്പിലേക്കും പോവാം. ഒരു 45 കിലോമീറ്ററൊക്കെ മൈലേജ് ഈസിലി ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇനി ഞാൻ പവർ കൂടി വന്നുവെച്ചാൽ അത് എനിക്കുള്ള തന്നെ പണിയാകും. നമുക്ക് ഗെയിമിൻ്റെ ഇനി ഒരു 5 കിലോമീറ്ററിൻ്റെ ഏകദേശം വരുന്നുള്ളൂ.
ഏകദേശം ഒരു 5 കിലോമീറ്റർ. നമുക്ക് എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കണം. സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ഫോട്ടോസ് ഒന്നും നമ്മൾ എടുത്തിട്ടേ ഇല്ല. ഇനിയാണ് വണ്ടിയുടെ ഫോട്ടോസ് എടുക്കാനുള്ള. ഫുള്ള് കേരള വണ്ടി ഉണ്ടാകും. കേരള, UP, മഹാരാഷ്ട്ര, അതൊക്കെ ഔട്ട് സൈഡൊക്കെ കമ്മിയാണ്. ബാക്കി ഫുൾ കേരള വണ്ടീസ്. ഗുരുവായൂരപ്പ. திருச்சி. நேற்றே வந்துட்டீங்களா இன்னைக்கா? ஓகே. அலை பிடிக்காது. என்னண்ணா? പൈൻ ഫോറസ്റ്റ്. ഇവിടെയാണ് പൈൻ ഫോറസ്റ്റ്. നല്ല രീതിക്കുള്ള തിരക്കുണ്ട് കേട്ടോ കൊടൈക്കനാലിൽ. നമുക്കിനി സീസൺ ആയതുകൊണ്ടാണ് നല്ല തിരക്കട്ടെ. എല്ലാം ഇന്ന് രാവിലെ ആ കാരണം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. റിട്ടേണിങ് ആൾക്കാരെ കാണുന്നില്ല. சைல செப்பரேட் எவ்வளோண்ணா? எவ்வளோ சார்? 20 ரூபா. கொடுக்கு 20 கொடுக்கு. ஐயா കൊടുക്ക് ഇറങ്ങ്. അപ്പോൾ തന്നെ പോയി വണ്ടി നിർത്താം. collection ആണ് guys, collection, lot of collection available. കേവ് ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് അല്ലേ? ഇത് പറക്കം തളിക്കുക. പറക്കം തളിയിലെ വണ്ടിയെ പോലെ ഉണ്ട് കേട്ടാ. ജാതി പോവുകയാണ്.
ഫീഡ് വൈറ്റ് അനിമൽസ്. ചിലർ ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ, കൊടുക്കാൻ പാടില്ല, നല്ലൊരു രീതിയിലുള്ള ഫൈൻ വരും. അശ്വതി ഷവർ ബ്ലോക്കാണ്. ബ്രേക്കിന് കാലെടുക്കാൻ പറ്റില്ല. ഗുണാക്കെ വരുന്നുണ്ട് കാല്. പാസ് ഉണ്ട് കേട്ടോ, പാസ്. ഇത് അവിടെയും പാർക്ക് ചെയ്യാവുന്നു അല്ലേ? ഓക്കെ അല്ലേ? Guys, successfully I parked my വണ്ടി. ഓക്കെ, അത് ഓർക്കണ്ട.